ബ്ലാസ്റ്റ് മൂവിയുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് പടമാണ്. അർജുന്റെ ഒരു കംബാക്ക് പടം എന്ന് തന്നെ പറയാം. നമ്മളല്ലേ ഈ അർജുൻ ആക്ഷൻ കിങ് എന്ന് പേരിട്ട് കൊടുത്തത്. ഇടിച്ച് തോലയ്ക്കുമെന്ന് കേട്ടിട്ടില്ല, അങ്ങനത്തെ ഇടി. അർജുന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ പടത്തിനകത്ത് വേറെ ലെവല്, ഒരു രക്ഷയില്ല. ഞാൻ ചില സീനുകൾ ഭയങ്കര ഗൂസ് ബം ആയിരുന്നു. ഈ പടം OTT-യിൽ കാണാൻ ഒരിക്കലും നിൽക്കരുത്. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. ഇത് തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണേണ്ട ഒരു ഫിലിമാണ്. വില്ലനായിട്ട് വന്ന ഞാൻ ഒരു ആക്ടർ, പുള്ളിയുടെ ഒരു ഹോസ്പിറ്റൽ സീനുണ്ട്. എനിക്ക് ആ പടത്തിലെ വില്ലനെ കണ്ടിട്ട് തോന്നിയ ഒരു ഫീൽ എന്താണെന്നറിയാമോ? നമ്മുടെ കൈദി സിനിമയിനകത്ത് അർജുൻ ദാസിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതേ ഒരു ലെവലിൽ തന്നെയാണ് വില്ലനായിട്ടുള്ള ഒരു ആക്ടറിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത്. കട്ട ഒരു വില്ലനിസം ആയിരുന്നു പുള്ളിയുടെ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം സീനുകളും. ഈ പടത്തിന് രവി ബസൂറാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പുള്ളി ഏതെങ്കിലും പടത്തിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടോ, ആ ബാക്ക്ഗ്രൗണ്ടിന്റെ പീക്ക് ലെവലിൽ തന്നെയാണ് ഈ പടത്തിനകത്ത് ആക്ഷനും ചെയ്തു വെച്ചിരിക്കുന്നത്. അർജുന്റെ ഒക്കെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, ആ ഫൈറ്റിലോട്ടൊക്കെ ഇറങ്ങാൻ നേരത്ത് അങ്ങനത്തെ ലെവൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് അഭിരാമിയുടെ ആ സീൻസ്, എന്റെ അമ്മ ഭയങ്കര ഗൂസ് ബം സീനായിരുന്നു. അഭിരാമിയുടെ ആ എൻട്രി, പ്രീതി മുകുന്ദൻ എന്ന് പറഞ്ഞ ആ ആക്ട്രസിന്റെ പെർഫോമൻസും, ഇവർ രണ്ടുപേരുടെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരക പൊളിയായിരുന്നു. ഇപ്പൊ ഈ സിനിമ നമുക്ക് തോന്നിയൊരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും മെന്നിനെ തന്നെയാണ് കൂടുതലും ഒരു ആക്ഷൻ പടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ശീലിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ കുറെ സിനിമകൾ വേറെ രീതിയിലൊക്കെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മാറ്റി വിമൻസിനൊക്കെ അത്ര രീതിയിൽ ഒരു ആക്ഷൻ പടത്തിലോട്ടൊക്കെ അങ്ങനെ എൻട്രി ചെയ്യാൻ തുടങ്ങി. അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള സ്പേസ്, അവർക്കും നല്ല രീതിയിൽ ആക്ഷൻസ് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തന്ന ഒരു ഫിലിമും കൂടെയാണ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഈ മൂവി. തിയേറ്ററിൽ തന്നെ പോയി എന്ന് കാണണം. നല്ലൊരു കിട്ടിയിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നെയാണ് ബ്ലാസ്റ്റ്. I don't talk much, my interest loud. Shadows move back when I walk through crowds. Cold in my eyes, rage and control.